നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് പ്രപഞ്ചശക്തി എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ തികച്ചും അപ്രതീക്ഷിതമായിട്ട് ഒരു മാറ്റം ചിലരുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ഒരുപക്ഷെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങളിൽ പല ആളുകളുടെയും ജീവിതത്തിലേക്ക് വന്ന് ചേർന്നേക്കാം. പക്ഷേ അതിൽ നിന്നും നിങ്ങൾ തികച്ചും അപ്രതീക്ഷിതമായിട്ട് രക്ഷപ്പെടുകയും അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ വന്ന് ചേരുന്നതിന് കാരണമാകും എന്നുള്ളതാണ് കാണുന്നത്. ഇപ്പോൾ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു സങ്കടം വരുമ്പോൾ അതുപോലെ തന്നെ നമുക്കൊരു തിരിച്ചടി കിട്ടുമ്പോഴൊക്കെയാണ് പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നതും തിരിച്ചറിയുന്നതുമൊക്കെ. അപ്പോൾ അത്തരം തിരിച്ചറിവുകൾ നിങ്ങളിലായാലും നിങ്ങളുടെ ജീവിതത്തിലായാലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവാൻ സഹായകമാവുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ നിങ്ങളിൽ ചിലരുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാവുന്ന തരത്തിലുള്ള ചില സംഭവങ്ങൾ ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. കൂടാതെ നിങ്ങളിൽ പല ആളുകളുടെയും ജീവിതത്തിലേക്ക് സമൃദ്ധി വന്ന് ചേരുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അതായത് നിങ്ങൾ സ്വപ്നം കണ്ടതെല്ലാം യാഥാർത്ഥ്യമാവാൻ പോകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് പരിശ്രമങ്ങൾ നിങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും നിങ്ങൾക്ക് വിജയം കൊയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങൾ സ്വന്തം ജീവിതത്തിന് പ്രാധാന്യം നൽകുക എന്ന്. അതായത് നിങ്ങളുടെ ആരോഗ്യത്തിന്, നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക്, നിങ്ങളുടെ സാമ്പത്തികത്തിനൊക്കെ നിങ്ങൾ വളരെയധികം ശ്രദ്ധ കൊടുക്കുക എന്ന്. ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളെക്കാൾ കൂടുതൽ മുൻഗണനയും പ്രാധാന്യവുമൊക്കെ നൽകുന്നത് നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾക്കായിരിക്കാം. അപ്പോൾ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ വില, നിങ്ങളുടെ മൂല്യം തിരിച്ചറിയുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളെ സ്വയം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കുമൊക്കെ വേണ്ടി നിലകൊള്ളുകയും വേണം എന്നുള്ളതാണ് കാണുന്നത്. കൂടാതെ ഈ ഒരു സമയം നിങ്ങളിൽ പല ആളുകളും കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ഒരുപക്ഷെ പുറത്തേക്ക് സാധാരണ ഒരു ജീവിതം നയിക്കുന്നത് പോലെ തോന്നാമെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ ഭയം, കുറ്റബോധം, അമിതമായിട്ടുള്ള ചിന്തകൾ എന്നിവ നിങ്ങളെ വല്ലാതെ അലട്ടുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. ഒരുപക്ഷെ നിങ്ങളിൽ പല ആളുകൾക്കും നിങ്ങളുടെ ജോലിയിൽ എന്തെങ്കിലും തെറ്റുകൾ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ ആ ഒരു തെറ്റ് പരിഹരിക്കാവുന്നതായിരിക്കാം, നിസ്സാര കാര്യമായിരിക്കാം. പക്ഷേ നിങ്ങളതിനെ മനസ്സിലിട്ട് ചിന്തിച്ച് വലുതാക്കി ഉള്ളിൽ സ്വയം ഒരു ഭയം സൃഷ്ടിച്ചെടുത്തിട്ടുണ്ടായിരിക്കാം. അതേപോലെ തന്നെ നിങ്ങളുടെ ബന്ധങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധാരണയോ വാക്ക് തർക്കങ്ങളോ ഉണ്ടായിട്ടുണ്ടാവാം. എന്നാൽ അതിനെ വിട്ട് കളയാതെ മനസ്സിലിട്ട് ചിന്തിച്ച് നിങ്ങളിലൊരു കുറ്റബോധം ഉണ്ടായി തുടങ്ങിയിട്ടുണ്ടാവാം. കൂടാതെ എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടാവാം. എന്നാൽ അത് നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുമോ എന്നുള്ള ഒരു ചിന്തയും ഭയവും നിങ്ങളെ വല്ലാതെ മാനസിക സമ്മർദ്ദത്തിൽ ആക്കുന്നുണ്ടാവാം. അപ്പോൾ അത്തരത്തിൽ നിങ്ങളിൽ പലരിലും ഇപ്പോൾ പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കടുത്ത മാനസിക സമ്മർദ്ദം നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ മാനസിക ബുദ്ധിമുട്ട് ആരുമായിട്ടും പങ്കുവെക്കാതെ സ്വയം കൊണ്ട് നടക്കുകയായിരിക്കാം. ഒരുപക്ഷെ അതൊന്നും ആരോടും തുറന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലായിരിക്കാം. അപ്പോൾ ഈ ഒരു സാഹചര്യമാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ഈ ഒരു അവസ്ഥ നിങ്ങൾക്ക് സ്ഥിരമല്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ഉള്ളിലെ ഭയം, കുറ്റബോധം ഇവയൊക്കെ നിങ്ങൾ വിശ്വാസമുള്ള ഒരാളോട് തുറന്ന് സംസാരിച്ചാൽ ഒരുപക്ഷെ അവരുടെ വാക്കുകളിലൂടെ നിങ്ങളുടെ ഉള്ളിലെ അമിത ചിന്ത, ഭയം, കുറ്റബോധം ഇവയൊക്കെ ഇല്ലാതാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതിലൂടെ നിങ്ങൾക്ക് ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ ആ ഒരു സമാധാനവും പ്രതീക്ഷയുമൊക്കെ തിരികെ വരും എന്നുള്ളതാണ് കാണുന്നത്. കൂടാതെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള ധാരാളം അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. കാരണം അത്തരം പ്രവൃത്തികൾ
നിങ്ങൾക്ക് നല്ലത് കൊണ്ട് നൽകുന്നതാണ്. കൂടാതെ ഇവിടെ നിങ്ങളിൽ പല ആളുകൾക്കും ഇപ്പോൾ നിലനിൽക്കുന്ന പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഭയന്ന് മാറിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ഭയന്നിരിക്കാതെ നിങ്ങൾക്ക് മുന്നിലുള്ള പ്രശ്നങ്ങളെ ഉൾക്കൊള്ളാനും അതിനെ അതിജീവിക്കാനായിട്ടും നിങ്ങൾ ശ്രമിക്കുക എന്ന് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട്. കൂടാതെ ഏതൊരു കാര്യത്തിലും നിങ്ങളിലുള്ള ആ ഒരു കഴിവ് പ്രയോജനപ്പെടുത്തി സത്യസന്ധമായിട്ട് പ്രവർത്തിച്ച് വിജയിച്ചാൽ ആ ഒരു വിജയം നിങ്ങൾക്ക് ജീവിതത്തിലുടനീളം നിലനിർത്തി പോവാനായിട്ട് സാധിക്കുമെന്ന് കാണുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് മുന്നിലേക്ക് പല വിധത്തിലുള്ള അവസരങ്ങൾ വന്ന് ചേരുന്നുണ്ട്. എന്നാൽ അവയൊക്കെ വളരെ ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കണമെന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ പങ്കാളിയുമായിട്ട് കുട്ടികളുമായിട്ടൊക്കെ പിരിഞ്ഞു നിൽക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ വീണ്ടും അവരോടൊപ്പം ചേർന്ന് നല്ലൊരു കുടുംബജീവിതം നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് വളരെ സന്തോഷത്തോടെയുള്ള ഒരു കുടുംബജീവിതം നിങ്ങളിലേക്ക് വീണ്ടും വന്ന് ചേരുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. അതുപോലെ തന്നെ പുതിയ തുടക്കത്തിൻ്റെ ഒരു അനുഗ്രഹം നിങ്ങളിലേക്ക് വന്ന് ചേരുന്നുണ്ട്. നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ, നല്ല പ്രവൃത്തികൾ ചെയ്യുന്നവരാണെങ്കിൽ അതിൻ്റെ ഫലവും നിങ്ങളെ തേടി വരുന്നുണ്ട്. കൂടാതെ ഇവിടെ എന്തെങ്കിലും കാര്യങ്ങളിൽ പെട്ടെന്ന് തീരുമാനമെടുക്കേണ്ട അല്ലെങ്കിൽ പറയേണ്ട ഒക്കെ ഒരു സാഹചര്യം നിങ്ങൾക്ക് മുന്നിൽ ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾ തിടുക്കം കാണിക്കാതെ ശാന്തമായിട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുക എന്ന് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട്. അതായത് സമയമെടുത്ത് നിങ്ങൾ കാര്യങ്ങളെ സമീപിച്ചാൽ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ശരിയായിട്ട് വന്ന് ചേരും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും തരത്തിലുള്ള കുറ്റബോധം, ഭയം, പഴയ വേദനകൾ ഇവയൊക്കെ ഉണ്ടെങ്കിൽ അത് പതുക്കെ നിങ്ങളിൽ നിന്നും വിട്ടുപോകുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളതെന്നും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു. എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭ പ്രതീക്ഷ കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നത് ഏത് ശക്തിയിലാണോ ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.